മീൻ എവിടെ? മീൻ നീ അവിടെ അവിടെ നിന്നെ പോലെ അവിടെ അവിടെ വേറെ ആ ചേട്ടാ പറഞ്ഞു. ഞാനത് എഴുതി കഴിഞ്ഞായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് നമുക്ക് എന്ത് ഗുണം ഉണ്ടാവാനാ ചേട്ടാ? എന്റെ കയ്യിലുള്ള കഥയില്ലേ, അതാണ് പബ്ലിഷ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷം എന്റെ 2 നോവലാണ് ബെസ്റ്റ് സെല്ലർ ആയത്. എന്റെ ചേട്ടാ, എനിക്കറിയാം ഇത്തരം കഥകളൊക്കെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അയ്യോ അല്ല, ഞാൻ ചേട്ടനെ കുറച്ച് കണ്ടതല്ല, കാര്യം പറഞ്ഞേ ഉള്ളൂ. ഒരു തവണ ചേട്ടൻ എന്റെ ഈ കഥയൊന്ന് കേക്ക്, എന്നിട്ട് പറ. എന്റെ ഈ കഥയ്ക്ക് ചേട്ടൻ എത്ര രൂപ തന്നാലും അതെനിക്ക് സമ്മതം. ചേട്ടനൊന്ന് കേട്ട് നോക്ക്. അല്ല ചേട്ടൻ അങ്ങനെ പറയില്ല. അല്ല, എന്റെ ഈ സ്ക്രിപ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് മറ്റൊരു പബ്ലിഷർ കൂടി എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചേട്ടന് തരാനാ താല്പര്യപ്പെടുന്നത്. പ്ലീസ് പ്ലീസ് ചേട്ടൻ ഇത് വേണ്ടാന്ന് പറയല്ലേ. വെറുതെ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞ് ചേട്ടന്റെ സമയം കളയാൻ വേണ്ടി അല്ല. ഇതിനു മുൻപ് ഞാൻ 2 കഥകൾ ചേട്ടന് തന്നിട്ടുള്ളതല്ലേ. അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ഫുൾ കോൺഫിഡൻസോടുകൂടി പറയാണ് ചേട്ടാ, ഈ കഥ ഉറപ്പായിട്ട് ഓടും. അതെനിക്ക് വിശ്വാസമാണ്. പ്ലീസ് ചേട്ടാ, വേണ്ടാന്ന് പറയല്ലേ. എനിക്ക് കാശിന് വലിയ അത്യാവശ്യമുള്ള സമയം. ശരി, നാളെ രാവിലെ ചേട്ടൻ്റെ ഓഫീസിലേക്ക് ഞാൻ വന്നോളാം. സ്ക്രിപ്റ്റുമായിട്ട് കൃത്യസമയത്ത് ഞാൻ വന്നോളാം. ശരി, ഓക്കെ, ശരി. നാളെ രാവിലെ 10 മണി.
ആ നിർമ്മല പറയ്. ആ ഇപ്പോഴാണ് ജോലിയൊക്കെ തീർത്ത് ഞാൻ ഇറങ്ങിയത്. ഇതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന് അറിയാവുന്ന കാര്യമല്ല നിനക്ക്. അതുകൊണ്ട് ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ട എനിക്ക് ഫ്രീ ആവണമെങ്കിൽ. പിന്നെ ഡോക്ടേഴ്സിനോട് മെഡിസിൻസിൻ്റെ കാര്യം ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ചെയ്തു തീർക്കണേ സമയം വേണ്ടേ? ആ നീ കണ്ടില്ലേടി ഞാൻ അത്ര പെർഫെക്റ്റ് ആണെന്ന്. സോ ആ ഇവിടെ നിന്ന് എന്തായാലും ബസ് കിട്ടും. ആ കിട്ടും കിട്ടും. പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ. ആ എന്താ നീ ഇങ്ങനെ ബോധമില്ലാതെ സംസാരിക്കാൻ നിൽക്കല്ലേ. പിന്നെ ഞാനെന്താ ഹോസ്പിറ്റലിൽ തന്നെ താമസിക്കണമെന്നോ? നീ ഒന്ന് വെച്ചിട്ട് പോയേ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കില്ലേ. ഒരു ഒരു ആവശ്യമില്ലാതെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ നിൽക്കല്ലേ. ആ ശരി 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 നീ വെച്ചോ. ആ പിന്നൊരു കാര്യം, ഐ ലവ് യു. ബൈ. ചേട്ടാ ഒരു മിനിറ്റ്. എന്താ മോനെ? ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടോ? ആ ബസ് സ്റ്റാൻഡ് ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാ. പക്ഷെ അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവിടെ എന്തോ ആക്സിഡന്റ് നടന്നിരിക്കുക. അയ്യോ അല്ല ചേട്ടാ ഇവിടെ നിന്നപ്പോ ആക്സിഡന്റ് ഉള്ളത് തന്നെയാണോ? എന്തായാലും പോയി നോക്കാം. സാറിനോട് എത്ര തവണ പറഞ്ഞത് ഇതുപോലത്തെ സ്ഥലത്തേക്കൊന്നും തന്നെ അയക്കരുതെന്ന്. ഇനിയിപ്പോൾ നിർമ്മല പറഞ്ഞതുപോലെ ബസ് കിട്ടാത്ത അവസ്ഥ വരുമോ? വെറുതെ ആവശ്യമില്ലാത്ത ഒരു പ്രശ്നങ്ങൾ. ആ എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ, ബസ് സ്റ്റാൻഡിൽ ഒന്ന് പോയി നോക്കാം. പോയി നോക്കാം. അങ്കിൾ എനിക്കൊരു ചായതാ. ആ ശരി മോനെ, പാലൊഴിച്ചാണോ അതോ കട്ടൻ ചായയാണോ? എന്തായാലും മതി, കട്ടൻ ചായ എടുത്തോ. ശരി. ആ ഇതാ മോനെ ചായ. ആ താങ്ക് യു. അങ്കിളെ ആ ഒരു സിഗരറ്റ് തരുമോ? ഇതാ ഇപ്പം തരാം. ആ ഇതാ മോനെ ഇതാ. ആ അങ്കിളെ ഇവിടുത്തെ ലാസ്റ്റ് ബസ്സിന്റെ സമയം എപ്പോഴാ? ലാസ്റ്റ് ബസ്സോ? ലാസ്റ്റ് ബസ് 7 മണി അതോ 8 മണിയാണെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ, വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇങ്ങോട്ട് ബസ്സൊക്കെ ഈടായിട്ട് തീരെ കുറവാണ്. ഇന്ന് ഞായറാഴ്ച ആയതിൻ്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അല്ല മോനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, എന്താ ഇങ്ങോട്ടുള്ള വരവിൻ്റെ ഉദ്ദേശം? കോയമ്പത്തൂർ പോകാനായിരുന്നു അങ്കിളെ. കോയമ്പത്തൂരോ? അല്ല കോയമ്പത്തൂർ ഇവിടുന്ന് ഒരുപാട് ദൂരമല്ലേ മോനെ? ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂർ എടുക്കും കോയമ്പത്തൂർ എത്താനായിട്ട്. അല്ല മോനെ, ഇവിടെ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലേ? ഇവിടെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്നതാ. ലൊക്കേഷൻ നോക്കാനോ? ഓഹോ, അപ്പം മോൻ ഞങ്ങളുടെ ഈ ഗ്രാമം കാണാൻ വേണ്ടി വന്നതാണല്ലേ? ഞങ്ങളുടെ ഈ ഗ്രാമം മോന് ശരിക്കും ഇഷ്ടപ്പെട്ടോ? ഞങ്ങളുടെ ഗ്രാമം ശരിക്കും ഭംഗിയുള്ളതാ കേട്ടോ. ആ നല്ല ഭംഗിയുണ്ട്. ഞാനിന്ന് മുഴുവൻ ഇവിടെ ചുറ്റി കറങ്ങുക. അത് പിന്നെ ഇവിടുത്തെ ഈ പച്ചപ്പും ഹരിതാവയും ഊഷ്മളതയും. ശരി അങ്കിൾ, ഈ നാട്ടിൽ ഒന്ന് താമസിക്കാനായിട്ട് ഹോട്ടലോ ലോഡ്ജോ പോലത്തെ എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ കിട്ടാൻ വഴിയുണ്ടോ? അല്ല ഇന്ന് രാത്രി ഒരു ദിവസം മാത്രം കിടക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കണം. ഹോട്ടലും ലോഡ്ജും അല്ലേ?
ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല, അതിനുള്ള സൗകര്യമൊന്നുമില്ലെന്നേ. പക്ഷേ അടുത്ത ഗ്രാമത്തിൽ ഒരു സത്രമുണ്ട്, അതിവിടുന്ന് അധികം ദൂരമില്ല. പക്ഷെ നടന്നു പോകേണ്ടി വരും. അവിടെ ചെന്നാൽ താമസിക്കാനുള്ള സൗകര്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവിടം വരെ ചെന്നൊന്ന് അന്വേഷിച്ചാൽ രാത്രി അവിടെ തങ്ങാൻ പറ്റും. എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് മോനെ അവിടം വരെ ചെന്നൊന്ന് അന്വേഷിച്ച് നോക്കുന്നത് നല്ലത്. എന്ത് ചെയ്യാനാ മോനെ, എൻ്റെ വീട്ടിൽ ഒരാൾക്ക് കൂടെ തങ്ങാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ കൂടെ താമസിക്കാനുള്ള സൗകര്യം ഞാൻ തന്നെ ചെയ്തു തന്നേനെ. ശരി അങ്കിളെ. ആ എത്ര രൂപയായി? അല്ല മോൻ എന്തൊക്കെയാ മേടിച്ചേ? ഒരു കട്ടൻ ചായയും ഒരു സിഗരറ്റും അല്ലേ? രണ്ടും കൂടെ 20 രൂപ. എന്നാ ഒരു കാര്യം ചെയ്, എനിക്ക് ഒരു പാക്കറ്റ് സിഗരറ്റും ഓ, കൊടുത്തോ. ഒരു പാക്കറ്റും കൂടെ വേണം അല്ലേ? ശരി മോനെ, ദാ ഇപ്പം തരാം. മോനെ, ഇതാ മോനെ, പിടിച്ചോ. ഈ സിഗരറ്റ് തന്നെയല്ലേ നോക്കിയേ? ഇപ്പൊ എത്രയായി? മോനെ ഞാനൊന്ന് കൂട്ടി നോക്കട്ടെ. ആ, മൊത്തം എത്രയാന്ന് വെച്ചാലേ സിഗരറ്റും ചായ എല്ലാം കൂടെ ചേർത്ത് ഒരു 75 രൂപയ്ക്ക് തന്നേക്ക്. ഇതാ വെച്ചോ. ആ ശരി മോനെ. പിന്നെ മോനെ സൂക്ഷിച്ചൊക്കെ പോണം കേട്ടോ. ശരി. ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഇതുവഴി കയറണേ. കാലത്ത് ഇവിടെ വന്ന ബസ് കിട്ടും കേട്ടോ. ബ്രോ, ആ ബ്രോയുടെ കയ്യിൽ മാച്ച് ബോക്സ് ഉണ്ടോ? താങ്ക് യു. അല്ല ബ്രോ, ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് വല്ല പിടിയുണ്ടോ? ചേട്ടനും ബസ് സ്റ്റാൻഡിലേക്കാണല്ലേ? അതെ. ഞാനും അത് തപ്പി ഇറങ്ങിയതാ. അല്ല, എവിടെ പോവാനാ? എനിക്ക് ചെന്നൈക്കാ പോണ്ടേ. ചെന്നൈയിലോട്ടുള്ള വണ്ടി 4 മണിക്ക് പോയതാണല്ലോ. അല്ല, ചെന്നൈക്ക് പോകുന്ന ബസ് വൈകുന്നേരം 7 മണിക്കായിരുന്നില്ലേ? ആയിരുന്നു, പക്ഷേ ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് 7 മണിക്കത്തെ ബസ് ഇന്നില്ല. നല്ല സ്ഥലത്ത് വന്നാ പെട്ടിരിക്കുന്നത്. ഇവിടെ അടുത്താണെങ്കിൽ താമസിക്കാൻ ഹോട്ടലോ ലോഡ്ജോ അങ്ങനെ ഒരു സൗകര്യവും ഇല്ലെന്നേ. പെട്ടുപോയി ഏട്ടാ. ഇവിടെ വന്ന എൻ്റെ അവസ്ഥ അത് തന്നെയാ. എനിക്കും ബസ് മിസ്സായി. ഇനി രാത്രിയിൽ താമസിക്കാൻ ഒരു സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കുന്ന? എൻ്റെ പേര് ഷൈൻ. ഓ, ഷൈൻ ടോം. ഷൈൻ ടോം എന്നോ? മലയാള സിനിമയിലെ? അയ്യോ അല്ലല്ല, നിങ്ങൾ ഉദ്ദേശിച്ച പോലത്തെ ആളൊന്നും അല്ല ഞാൻ. നമ്മളൊരു പാവമാണേ. ആക്ച്വലി ഞങ്ങളുടെ അച്ഛൻ ഞങ്ങൾക്ക് 3 പേർക്ക് ഇങ്ങനെയുള്ള പേരുകൾ തന്നെ ഇട്ടിരിക്കുന്നത്. ഓ, ഷൈൻ ടോം, ശ്രീനാഥ്, നീരജ്. ഞാനാണ് ഏറ്റവും ഇളയ മോൻ. അല്ല, ഇവിടെ തന്നെ നിന്ന് സംസാരിക്കാതെ നമുക്ക് മെല്ലെ അങ്ങോട്ട് നടന്ന് സംസാരിച്ചാലോ? എന്നാ പിന്നെ വാ. എന്നാ ശരി. ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ 4 മണിക്ക് പണിയൊക്കെ തീർത്ത് ഉള്ള ബസ്സും പിടിച്ച് നേരത്തും കാലത്തും വീട്ടിലെത്തായിരുന്നു. എന്തായാലും പെട്ടുപോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിനെ അതൊക്കെ വിട്ടേക്ക്, അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്നൊരു രാത്രി ഇപ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റിയൊരു സൗകര്യമാണ് നോക്കേണ്ടത് നമ്മൾ. ഇവിടുന്ന് പോകാനായിട്ട് ഒരു വണ്ടിയും കിട്ടുമെന്ന് തോന്നുന്നില്ല. തലയയക്കാനൊരു സ്ഥലം കണ്ടുപിടിക്കണ്ടേ? സംഭവമൊക്കെ ശരി തന്നെയാണ് ചേട്ടാ, കണ്ടുപിടിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഞാനിവിടേക്ക് ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്നതാ. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമൊക്കെ തന്നെയാ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാ. ഓഫീസിലൊക്കെ എനിക്ക് ഭയങ്കര വർക്ക് പ്രഷറാണെന്നേ. അതുകൊണ്ട് എനിക്ക് ഈ സിനിമയൊന്നും കാണാനുള്ള സമയമേ കിട്ടില്ല. മഴയ്ക്കുള്ള സാധ്യതയുണ്ടല്ലോ. പണി കിട്ടുമോ? നനയേണ്ട വരുമോ?
ശരി വാ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ആ നടക്ക്. ആ പോകുന്ന ഈ നാട്ടുകാരനാണെന്ന് തോന്നുന്നു. ആ ശരിയാ. അയാളുടെ അടുത്തൊന്ന് പോയി ചോദിച്ചു നോക്കിയാലോ? ആ നടക്ക്, നടക്ക്. ചേട്ടാ ചേട്ടാ, ഒന്ന് ചേട്ടാ നിന്ന്. ഒരു മിനിറ്റ്. ഒരു ചേട്ടാ കാര്യം ചോദിക്കട്ടെ? ചേട്ടാ ഒന്ന് നോക്കിയേട്ടാ. ചേട്ടാ ചേട്ടാ ഇന്ന് രാത്രി ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ എന്തെങ്കിലും ഒരു സൗകര്യം കിട്ടുമോ? ലോഡ്ജോ അങ്ങനെ എന്തെങ്കിലും? അയ്യോ, കാശ് എത്രയായാലും കുഴപ്പമില്ല. അത് എത്രയാന്ന് വെച്ചാൽ ഞങ്ങൾ തന്നോളാം. ഇവിടെ അങ്ങനെ ഹോട്ടലും ലോഡ്ജും ഒന്നും ഇല്ല. എനിക്ക് മനസ്സിലാവും, നിങ്ങൾ വലിയ പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത്. ആ ആ, അതെ അതെ, ഉം. പെട്ടിരിക്കാന്ന് ചേട്ടാ. നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തങ്ങാം. രാത്രി അവിടെ കിടന്നിട്ട് രാവിലെ നടക്ക് തിരിച്ചു ചേട്ടാ. പൊക്കോളൂ നിങ്ങൾ. എന്ന് വെച്ചാ ചേട്ടന്റെ വീട്ടിലാണോ? അല്ല, ചേട്ടന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. എന്നാ പിന്നെ വാ ചേട്ടാ. വാ ചേട്ടാ. പിന്നെ ഞാനല്ലാതെ മറ്റാരും നിങ്ങൾക്ക് ഇവിടെ അഭയം തരില്ല. കാരണം ഈ ഗ്രാമം കുറച്ച് വിചിത്രമാണ്. ഇവിടുത്തെ ആളുകള് പെട്ടെന്നൊന്നും ആരെയും വിശ്വസിക്കില്ല. അതൊക്കെ പോട്ടെ, നിങ്ങൾ നടക്ക്. വാ, എന്തായാലും പോയി നോക്കാം. കോഫി കുടിക്കേ. താങ്ക് യു. അയ്യോ, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലേ ചേട്ടാ. നിങ്ങൾ കുടിക്കേ. പുറത്ത് നല്ല ഇടിയും മഴയൊക്കെയാ, അതുകൊണ്ടൊരു കാപ്പി ആവാലോ. നല്ല കോഫി ചേട്ടാ. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഉം. ഇരുന്നാട്ടെ, ഞാനൊരു കാപ്പി എടുത്തോണ്ട് വരാം. ഒരു 2 മിനിറ്റ് ഇരിക്കണേ. അയ്യോ വേണ്ട വേണ്ട, കോഫിയൊന്നും വേണ്ട. ഐ എം ഫൈൻ. എല്ലാവർക്കും ഒരേ പ്രശ്നം മാത്രമാണുള്ളത്. എല്ലാവരുടെയും ബസ് മിസ്സായത് തന്നെ. ഈ ചേട്ടൻ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം തന്നില്ലായിരുന്നെങ്കിലേ നമ്മളൊക്കെ ഇപ്പം മഴ നനഞ്ഞ് ചീഞ്ഞാനെ. ആ ഒരു അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും അവസ്ഥ നമ്മുടെ. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ലായിരുന്നു. ഇവിടെ ഒന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല. കറക്റ്റാ പറഞ്ഞേ. നമ്മള് ഈ ചേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രി മഴയും നനഞ്ഞ് കിടക്കാൻ ഒരു സ്ഥലം പോലും കിട്ടാണ്ട് കഷ്ടപ്പെട്ടേനെ. ചേട്ടാ, എൻ്റെ പേര് നിതീഷ് കുമാർ. നൈസ് ടു മീറ്റ് യു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേര്? ഞാൻ ഷൈൻ ടോം. ഷൈൻ ടോമോ? അയ്യോ, ആ ഷൈൻ ടോമൊന്നല്ലേ ചേട്ടാ. ഇവനും എൻ്റെ പേര് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതേ അതിശയം തന്നെയായിരുന്നു. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിലിം സ്റ്റാറൊന്നും അല്ല ചേട്ടാ. ഞാൻ ആകാശ് കുമാർ. അല്ല, ചേട്ടൻ എവിടെ താമസിക്കുന്നത്? ഞാൻ തൃശ്ശൂർ. പിന്നെ ഇവിടെ ഈ താമസിക്കാൻ ഹോട്ടലൊന്നും ഇല്ലല്ലേ? ഒരു ഹോട്ടലും ഇല്ല. കാപ്പി. താങ്ക്സ് ചേട്ടാ. ഈ ഗ്രാമത്തിലെ ശരിക്കും പറഞ്ഞ തങ്ങാനായിട്ട് ഹോട്ടലും ലോഡ്ജും ഒന്നും കിട്ടില്ല. ഇവിടെ ഒന്നുമില്ല. അതൊന്നും സാരമില്ല ചേട്ടാ. എന്തായാലും ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ചേട്ടന് ഞങ്ങളെ സഹായിക്കാൻ തോന്നിയില്ല. സത്യം. ഞങ്ങൾ 3 പേരും അതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ചേട്ടൻ വന്നേ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ചോദിച്ചു? ചേട്ടനിവിടെ തനിച്ചാണോ താമസം? ഏകാന്തത എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. അതൊക്കെ വിടുന്നേ. രാത്രി എന്താ കഴിക്കുന്നത്? വേണ്ട വേണ്ട, കുഴപ്പമില്ല. അല്ല, അങ്ങനല്ല. അരിയുണ്ട്, അരിയിടാം. പിന്നെ എന്തെങ്കിലും കൂട്ടാൻ നമുക്ക് വെച്ചാൽ മതിയല്ലോ. അതുപോലെ. ഒന്നും വേണ്ട. വെറുതെ എന്തിനാ? താമസിക്കാനെങ്കിലും സ്ഥലം കിട്ടിയല്ലോ. ഇനി ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ ചേട്ടൻ ബുദ്ധിമുട്ടണ്ട. ഞാൻ വന്നപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തോണ്ടാ വന്നേ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം ഞാനും കൊണ്ടുപോകും. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാം കേട്ടോ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു രാത്രിയുടെ കാര്യമല്ലേ. അല്ലാതെ ഇനിയിപ്പോ ഭക്ഷണം ഒന്നും ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ട, ഈ ഒരു രാത്രിയുടെ കാര്യമല്ലേ. അതെ, എന്റെ കയ്യിലും കഴിക്കാൻ എന്തൊക്കെയോ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെന്നേ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അത് തന്നെ. പിന്നെ എന്റെ കയ്യിലും കേക്കും ബിസ്ക്കറ്റൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഉണ്ട്. അതെ, ഞങ്ങളത് ഷെയർ ചെയ്തോളാം. വെറുതെ ചേട്ടൻ അതിനു വേണ്ടി കഷ്ടപ്പെടൊന്നും വേണ്ട കേട്ടോ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ആരും പരിചയപ്പെടുത്തിയില്ലല്ലോ.
നിങ്ങളുടെയൊക്കെ പേരെങ്ങനെയാ? എൻ്റെ പേര് നിതീഷ് കുമാർ. ഞാനൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാ. കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. ഓ. ഒരു ഫിലിം ഷൂട്ടിന് വേണ്ടി ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്നാ. വിവാഹം കഴിച്ചാണോ? ഇല്ല ചേട്ടാ, കല്യാണം ഒന്നും കഴിക്കാൻ പറ്റിയ സാഹചര്യം അല്ല ഇപ്പോൾ. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. ഷൈൻ ടോം എന്നാ പേര്. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 2 വർഷം കഴിഞ്ഞു. 8 മാസമുള്ള ഒരു കൊച്ചുമുണ്ട് എനിക്ക്. എൻ്റെ ഭാര്യ, കൊച്ച്, ജോലിയൊക്കെ ആയിട്ട് ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞാൻ ആകാശ് കുമാർ. നമസ്കാരം. ഞാൻ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ. സോ ഞാൻ ഇവിടെ ഉള്ള ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഒരു മെഡിസിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അല്ല, ചേട്ടൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. ഞാനോ? പറഞ്ഞില്ലേ, രാത്രി മുഴുവൻ ഉണർന്നിരിക്കേണ്ട ജോലിയാണ് എനിക്ക്. ഞാൻ റൈറ്ററാണ്, കഥകളൊക്കെ എഴുതുന്ന ഒരാൾ. അല്ല, അപ്പൊ ചേട്ടൻ റൈറ്ററാണോ? നേരത്തെ പറയണ്ടേ ചേട്ടാ. അപ്പോ ചേട്ടനേൽ മിക്കവാറും ഇപ്പോ ഒരുപാട് കഥകൾ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. ആ ഉണ്ടല്ലോ. എന്താ സാറിന് വേണോ? സാറിന്റെ സിനിമയ്ക്ക് വേണ്ടി? ഓഫ് കോഴ്സ് വേണം. ഒരു റൈറ്റർ എന്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ. ചേട്ടൻ കഥ പറ. കഥ നല്ലതാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ. ദേ നോക്കി, കഥ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പൈസ എത്ര തരേണ്ട വന്നാലും ഒരു കുഴപ്പമില്ല. പടം ഞാൻ ചെയ്തിരിക്കും. അധ്വാനത്തിന്റെ പ്രതിഫലം. സാർ അതൊക്കെ വിട്. ഏത് തരത്തിലുള്ള കഥകളാണ് സാറിന് കൂടുതൽ ഇഷ്ടം? ഹൊറർ, ത്രില്ലർ? നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊക്കെ കേട്ടിട്ട് ബോറടിക്കുന്നുണ്ടേ. ഉള്ള സത്യം തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത പടങ്ങളാണ്. അതായത് ഇറങ്ങുന്നതൊക്കെ ഈ തലയും വാലും ഒന്നും ഇല്ലാത്ത എന്തൊക്കെ എഴുതി കൂട്ടിയ പടങ്ങളാന്നേ. ഒന്നും മനസ്സിലാവാറില്ല. നമ്മൾ ഇതിനെപ്പറ്റി തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയില്ല. അതിനു പകരം നമുക്ക് ഒരു കാര്യം ചെയ്യാം. 4 കഥകൾ ഞാൻ പറയാം. എന്താ, നീരജിന് തിരഞ്ഞെടുക്കാൻ എളുപ്പമാവും. പിന്നെ ഒരു കഥ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എഴുതിയതാ. എൻ്റെ കഥകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കും. അല്ല, അപ്പോൾ ഇവിടെ ഇരുന്ന് കഥ കേൾക്കണം എന്നാണോ പറയുന്നത്? എന്തായാലും നമ്മള് ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ. ചേട്ടനൊരു കഥ പറയുന്നേ. ഒരു മിനിറ്റ്, ഞാനൊരു സിഗരറ്റ് ഒന്ന് കത്തിച്ചോട്ടെ. ഈ കഥ ഭുവൻ്റേതാണ്. എൻ്റെ ഈ ക്യാരക്ടർ ആകാശിൻ്റേതുപോലെ മുഖഛായുള്ള ഒരാളാണ്. എടാ ഭുവൻ,
എടാ ഭുവൻ, എന്താ മോനെ ഭുവൻ, ഈ വെളുപ്പാങ്കാലത്ത് ഇത് എങ്ങോട്ടാ? നദിയുടെ അവിടെ പോയതാ. നദിയില് മീൻ പിടിക്കാൻ പോയതാണോ? ആന്നേ. ഈയിടെയായിട്ട് നദിയിലൊക്കെ വെള്ളം വല്ലാണ്ട് പറ്റിപ്പോയെന്നേ. മീനൊക്കെ കിട്ടുന്ന കാര്യം വലിയ കഷ്ടമാ. ശരിയാ, കഷ്ടമാ. അബ്ദുള്ളേട്ടാ, ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാൽ നദിയുടെ അപ്പുറ സൈഡിൽ പോയിട്ട് പിടിച്ചാലോന്നാ. അപ്പുറത്തെ ഭാഗത്തോ? അതേന്നേ. അല്ല, അബ്ദുള്ളേട്ടൻ പറയുന്ന കാര്യം ശരിയൊക്കെ തന്നെ. പഴയ പോലെ മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമില്ല. പക്ഷെ ചേട്ടൻ്റെ കഥ എന്തായാലും വേറെ തന്നെയാ. ചേട്ടൻ വെള്ളത്തിൽ കാല് കുത്തിയാൽ പോരെ, മീനൊക്കെ താനേ ചേട്ടൻ്റെ അടുത്തേക്ക് വരുവാണല്ലോ. ചേട്ടൻ്റെ കൈരാശി എന്ന് പറയുന്നത് സംഭവം തന്നെയാണ്. ചേട്ടൻ മണ്ണെടുത്ത് കയ്യിൽ പിടിച്ചാൽ അത് ചിലപ്പോൾ പൊന്നായി മാറും. പക്ഷെ എൻ്റെ കാര്യമോ, ഞാൻ സ്വർണ്ണം എടുത്ത് കൈ പിടിച്ചാലും അത് പൊടിയായിട്ട് മാറും. ഇല്ല ഭുവൻ, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇക്കരെ നിൽക്കുന്നവർക്ക് അക്കരെ പച്ചാന്ന് പറയാറില്ലേ? ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ സമാധാനമുള്ളതായിട്ട് നമുക്ക് തോന്നും. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നവർക്ക് ഈ ഭാഗത്ത് വലിയ സുഖകരമായ ജീവിതമാണെന്ന് തോന്നും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. നിനക്ക് മീൻ പിടിക്കുകയല്ലേ വേണ്ടത്? ആ, പകൽ സമയത്ത് മീൻ കിട്ടിയില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, രാത്രി പോയി പിടിക്ക്. രാത്രി പോകുന്ന കാര്യം തന്നെ ഞാൻ ആലോചിച്ചേ. പക്ഷെ എൻ്റെ അവസ്ഥ നോക്കി, ഇതേ വല കണ്ട, ഉള്ള വലയും കീറിപ്പോയി. ഈ തലവര കഷ്ടമാന്നേ. ഞാനിപ്പോൾ എന്ത് ചെയ്യാനായിട്ട്? ഒന്നും നടക്കുന്നില്ല. മാത്രമല്ല, ഞാൻ ഇതുവരെയായിട്ടും രാത്രി അങ്ങനെ മീൻ പിടിക്കാൻ പോയിട്ടില്ല. എന്നാലും ഇന്നൊന്ന് പോയി നോക്കാലോ ഞാൻ, ഇനി എങ്ങാനും കിട്ടിയാലോ. മോനെ ഭുവൻ, അല്ല മോനെ, നിന്റെ ഭാര്യയ്ക്ക് എന്തുണ്ട് വിശേഷം? എൻ്റെ പുണ്യേട്ട, എൻ്റെ ഭാര്യയെക്കുറിച്ച് മാത്രമൊന്നും ചോദിക്കരുത്. എപ്പോൾ നോക്കിയാലും പുറകെ നടന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. തലേ കയറി ഇന്ന് തല തന്നെയല്ലേ. അബ്ദുള്ളയുടെ സത്യം പറഞ്ഞാൽ പണ്ടൊന്നും അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്നേ. നല്ല സ്നേഹമുള്ളവളായിരുന്നു. എൻ്റെ കാര്യത്തിലൊക്കെ അവൾ ശ്രദ്ധിക്കും, ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ ഇപ്പം അവൾക്ക് എന്താ പറ്റിയെന്ന് ഒരു പിടിയില്ല. വെറുതെ കിടന്ന് മീനില്ലേ മീനില്ലെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ. എനിക്കാണെങ്കിൽ കേട്ടിട്ട് ദേഷ്യം വരിക. അല്ലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വീതിയല്ലാതെ എന്താ. ഇതൊക്കെ അനുഭവിക്കണമെന്നായിരിക്കുമെന്നേ. അല്ല മോനെ ഭുവൻ, അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല മോനെ. അച്ഛനോ അമ്മയോ ഇല്ലാത്തൊരു അനാഥ പെൺകുട്ടിയല്ലേ നീ കല്യാണം കഴിച്ചോണ്ട് വന്നത്. അവൾക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. മോനെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതില് അവളെ കുറ്റം പറയാനൊന്നും ഇല്ലല്ലോ. ഭർത്താവ് ശരിക്ക് സമ്പാദിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആ പെങ്കൊച്ചിന് ഒരു വില കിട്ടൂലെന്നേ. അതുകൊണ്ടായിരിക്കും അവളുടെ ഈ ദേഷ്യവും പരിഭവമൊക്കെ. ഞാൻ പറഞ്ഞതിൽ തെറ്റു വല്ലതുണ്ടോ? ശരി, നീ ഒരു കാര്യം ചെയ്യേ, ഇന്ന് രാത്രി നീ മീൻ പിടിക്കാൻ പോ. പിന്നെ വേറൊരു കാര്യമുണ്ട് ഭുവൻ, വടക്ക് ഭാഗത്തേക്ക് പോവാൻ നിൽക്കണ്ട. വടക്ക് ഭാഗത്ത് എന്തുപറ്റി? അവിടെ എന്താ? വടക്ക് ഭാഗത്തൊരു അപകടം ഒളിച്ചിരിപ്പുണ്ട്. അപകടം? എന്തപകടം പറയട്ടെ. മോനെ ഭുവനെ, നിനക്കൊരു മുന്നറിയിപ്പ് തരണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. അല്ല, എനിക്ക് മനസ്സിലാവാത്തത് അവിടെ എന്താ പ്രശ്നം അറിയാതെ ഞാനിപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് നന്നായിട്ട് അറിയാൻ ഭുവൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിനക്ക് വിശ്വാസമില്ലാന്ന് എനിക്കറിയാം. അവിടെ ഒരു ശ്മശാനമുണ്ട്. അവിടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ പറയുന്നത് കേക്ക് ഭുവൻ, പറഞ്ഞേട്ടെ, ഞാൻ കേൾക്കുന്നുണ്ടെന്നേ. കേട്ടറിവാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആരുടെയൊക്കെ ഭർത്താക്കന്മാർ മരിച്ചു പോകുന്നുവോ അവരുടെ ഭാര്യമാരെ ജീവനോടെ എരിയുന്ന ചിതയിലേക്ക് എറിയാറുണ്ടത്രേ. ആ ആത്മാവുകളൊക്കെ ഇന്നും അവിടെയൊക്കെ തന്നെ കറങ്ങുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള കഥയാ. നീ ഇതൊന്നും വിശ്വസിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോനെ. നിനക്ക് മുന്നറിയിപ്പ് തരണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. എന്തൊക്കെ ചേട്ടി പറയുന്നത്?
എന്റെ പൊന്ന് ചേട്ടാ, ഇതൊക്കെ ഈ കൊച്ചു പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കഥയല്ലാതെ വെറുതെ അതൊക്കെ ചേട്ടൻ എന്തിനാ വിശ്വസിക്കുന്നത്? വെറുതെയാ. അതെ, എനിക്കിതൊന്നും കേൾക്കാനുള്ള സമയമില്ല. ഞാൻ വേറൊരു പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയതാ. ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്, പിന്നെ കാണാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ നിനക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടല്ലേ? എന്നെങ്കിലും ഒരിക്കൽ നീ ആ ആത്മാക്കളെ നേരിട്ട് കാണുമ്പോൾ എന്തായാലും നീ വിശ്വസിക്കാതെ ഇരിക്കില്ലല്ലോ. ശരി ഭുവൻ, നീ പൊയ്ക്കോ. എനിക്കും കുറേ ജോലികൾ തീർക്കാനുണ്ട്. എന്നാ ഞാനങ്ങോട്ട് നോക്കുവനെ. രാത്രിയിൽ വടക്ക് ഭാഗത്തേക്ക് പോകാനേ പാടില്ല. ഒന്ന് പോയേ. അപ്പൊ ശരി മോനെ. ചെല്ല്. ഇന്ന് വടക്ക് തന്നെ പോയി നോക്കാം. അവിടെ ചെന്നാൽ മിക്കവാറും മീൻ കിട്ടും. ബാക്കിയുള്ളവനോട് പട്ടിണി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോഴും അങ്ങേരുടെ പ്രേതവും പിശാശും. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അങ്ങേരെ പോലെ എനിക്ക് മീൻ കിട്ടുമല്ലോ. അതിൻ്റെ ഇയാൾക്ക് പിന്നെ മീൻ കിട്ടിയില്ലെങ്കിലോ? അതിൻ്റെ കുശുമ്പായിരിക്കുക കിളവന്. ഞാനെന്തായാലും അവിടെ പോവും. അവിടെ എന്താ ഉള്ളതെന്ന് അറിയണമല്ലോ. ഞാനും കുറേ മീനെ പിടിച്ച് വിറ്റ് പൈസ ഉണ്ടാക്കും. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഞാനും കാശുകാരനായി സന്തോഷമായിട്ട് ജീവിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ നദിയുടെ അവിടെ തന്നെ ആയിരിക്കുമല്ലോ. എന്നിട്ട് ഇത്രയും നേരമായിട്ട് ഇത്ര മീനെ കിട്ടിയോളൂ. അബ്ദുള്ള എന്താ പറഞ്ഞേ? ആ നദിയുടെ അപ്പുറത്തെ ഭാഗത്ത് ഒരുപാട് മീന് കിട്ടുന്നല്ലേ? ഒന്ന് പോയി നോക്ക്. ഒന്ന് പോയി ഒരു തവണ ഒന്ന് ശ്രമിച്ചു നോക്കിയാലെന്താ? നോക്കുക അമലേ, കാലത്ത് മുതൽ കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നതാ ഞാൻ. കിട്ടിയ മീനെ മുഴുവൻ കൊണ്ടുവന്നില്ലേ? പിന്നെ നീ ഇങ്ങനെ സംസാരിച്ചാൽ എങ്ങനെ ശരിയാവുക? എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത്രേ പറ്റുള്ളൂ എനിക്ക്. പിന്നെ ഈ രാത്രി സമയത്തൊക്കെ അങ്ങോട്ടേക്ക് എങ്ങനെ പോവാനാ? ഞാനൊന്നും നേരം വിളിക്കട്ടെ, രാവിലെ പോവാം. ഞാൻ സമാധാനമായിട്ടൊന്ന് കഴിച്ചോട്ടെ. നീ വെറുതെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്തിനാ? അല്ല, നീ ആവശ്യമില്ലാതെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത് എന്താ? നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. നീ ഒരുപാടൊന്നും ആലോചിക്കണ്ട. അധികം വൈകാതെ എല്ലാം ശരിയാവും. അതുപോലെ പിന്നെ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? അറിയാം, എനിക്ക് നന്നായിട്ടറിയാം നീ എത്ര ഉത്തരവാദിത്തമുള്ളവനാന്ന്. വെറുതെ ഇവിടെ ഇരുന്ന് ചെലച്ചോണ്ടിരുന്നാ മാത്രേ വീട്ടിലെ അടുപ്പെരിയത്തില്ല. ഞാൻ കണ്ടിടത്തൊക്കെ ഒരു നാണോ ഇല്ലാതെ കൈ നീട്ടി നിന്നിട്ടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോന്നെ. എന്നിട്ട് കടന്ന് പറയുന്ന കേട്ടില്ലേ? ഈ കുറച്ച് മീനും വെച്ച് കൊറേ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. എന്താ കേക്കുന്നില്ലേ?
ഇങ്ങനെ നരകിച്ച് ജീവിക്കാനാന്നറിയാലോ. പിന്നെ താൻ എന്തിനാ എന്നെ കല്യാണം കഴിച്ചേ? ഇവിടുന്ന് ഒന്ന് ഇറങ്ങിപ്പോവോ? കണ്ടിട്ട് എനിക്ക് ഭ്രാന്തളകുക. എന്റെ കമലെ, നീ ഇങ്ങനെ മനുഷ്യനെ ഭ്രാന്ത് കേട്ടല്ലേ? നദിയിലെ വെള്ളം ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ഒരു നേരത്ത് മീൻ കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ. എന്നിട്ടും എനിക്ക് പറ്റാവുന്ന പോലെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് കിട്ടുന്ന മീൻ മുഴുവൻ ഇവിടെ കൊണ്ടുവരുന്നില്ലേ? ഞാൻ ചെയ്യുന്ന ഒന്നും നിനക്ക് പറ്റുന്നില്ല. എനിക്കറിയാം ഈ കിട്ടുന്ന മീനൊക്കെ മാർക്കറ്റിൽ കൊണ്ടുകൊടുത്ത വില കുറവേ കിട്ടുള്ളൂ എന്ന്. പക്ഷെ നീ എന്റെ അവസ്ഥയും കൂടി മനസ്സിലാക്കി. ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ മാനസികാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഞാൻ വിചാരിച്ചത് നിന്നെ കുറിച്ച്. പക്ഷെ നീ പഴയ പോലെയല്ല, നീ ഒരുപാട് മാറിപ്പോയി. എപ്പോ നോക്കിയാലും മീൻ എവിടെ, മീൻ കിട്ടിയില്ലേ, നിങ്ങൾ എന്ത് ചെയ്യാ, കാശില്ല, പണമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിങ്ങനെ തല കയറി നിരങ്ങാ നീ. തിന്നാൻ പോലും തോന്നില്ല. ഇനി ഒന്നും വേണ്ട എനിക്ക്. ആ ചെല്ല് പൊക്കോ. കൈ നിറയെ മീനും കൊണ്ടല്ലാതെ ഈ പരിസരത്ത് കണ്ടുപോരുത്. അല്ലാതെ കാനും കയറി വന്നാലുണ്ടല്ലോ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്റെ തനി സ്വഭാവം എന്താന്ന് താൻ അറിയും. ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. നിന്റെ കൂടെ താമസിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്റെ വഴിക്ക് അങ്ങ് പോവാ. ഇനി ഇങ്ങോട്ടേക്ക് വരാനും ഉദ്ദേശമില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്യ്.
നിറച്ച് മീന. അങ്ങോട്ടേക്കാ പോകണ്ടേ. ഇന്ന് നിറച്ച് മീനം പിടിച്ച് അവളുടെ മുന്നിലോട്ടിട്ട് കൊടുക്കണം എനിക്ക്. അങ്ങനെയെങ്കിലും അവളൊന്ന് സന്തോഷിക്കട്ടെ. അതാവുമ്പോൾ മീനെവിടെ, മീനെ പിടിച്ചില്ലേ, മീനെ കിട്ടിയില്ല എന്നുള്ള പറച്ചിലൊന്ന് ഒഴിവാക്കി കിട്ടുമല്ലോ. ഇങ്ങനെ ഒരു ഭ്രാന്തി. സമയങ്ങളെ അത് മീൻ പിടിക്കാനുള്ള വഴി നോക്കട്ടെ. വല കീറിയിരിക്കുക, എന്നാലും കുഴപ്പമില്ല, ഇട്ട് നോക്കാം. ഇവിടെ നിറച്ച് മീനുണ്ട്. വടക്ക് ഭാഗത്ത് പോരുത്തെന്ന് എല്ലാവരും പറയാറ്. പക്ഷെ ഇതൊരു നിധി തന്നെയാ. നാട്ടുകാർ പറയുന്ന കേട്ട് വരാതിരുന്നാൽ ശരിയാവില്ല. എല്ലാവർക്കും പേടിയായിരിക്കും. എന്റെ ദൈവമേ, നല്ല വെയിറ്റ് ആണല്ലോ. അപ്പൊ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. ഒന്നെടുത്ത് നോക്കാം. കിടന്ന് പിടയ്ക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കട്ടെ. കിടന്ന് പിടയ്ക്കുന്നുണ്ടല്ലേ. ഇതൊരു നിധി തന്നെയാ. ഇത്രയും മീനുള്ളടത്തിന് വരാതിരിക്കാൻ പറ്റുമോ? ഇതുപോലെ ചാകര വാരണോ എനിക്ക്. ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനം കിട്ടിയത്. മീനിതിൽ കുരുങ്ങി കിടക്കാണല്ലോ. ആദ്യ സമയത്ത് കിടന്ന് കറിയുന്നു. പാതിരാത്രി എന്താണോ പ്രശ്നം? എന്നാലും രാത്രി ഇവിടെ എന്താ കാര്യം? ആരാത്? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ആരിക്കറിയുന്ന ആരാത്? ഇവിടെ എങ്ങും ആരും കാണുന്നില്ലല്ലോ. എന്നാലും ആരായിരിക്കും? ഇവിടെ ഒരു മനുഷ്യനും കാണുന്നില്ലല്ലോ. എന്നാ അങ്ങോട്ട് പോയി നോക്കാം. ആരായി കരയുന്നേ? ആരാന്ന് ചോദിച്ചേ? ആരാന്ന് ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന് പറയേ. ചെവി കേട്ടൂടെ? കഷ്ടമാണ് നോക്കണേ. അതെ, ആരാ കൊച്ചേ? കാര്യം എന്താന്ന് വെച്ചാ പറ. ആരാ നീ?
എന്താന്ന് ചോദിച്ചേ? എന്തിനാ ഇവിടെ വന്ന് കരയുന്നേ? എന്തിനാ ഇവിടെ ഇരിക്കുന്നേന്ന്? അല്ല, ഈ സമയത്ത് നീ ഇവിടെ ഇരുന്ന് എന്തെടുക്ക? എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. വീട്ടിൽ വെച്ച് ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചില്ലേ? എനിക്ക് അപ്പം മുതല് നിങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമം വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. നിങ്ങളെ കാണാൻ വേണ്ടി പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എന്താ? ഞാൻ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചില്ലേ? എന്നോട് ക്ഷമിക്കുവോ? ഞാൻ വലിയ തെറ്റാ ചെയ്തത്. ഭുവൻ, നീ എന്റെ ഭർത്താവല്ലേ? എന്നാ വാ, ഒരുപാട് മീനെ പിടിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി നമുക്ക് വിൽക്കാം. കൊറേ പൈസ ഉണ്ടാക്കാം. ആ കാശ് വെച്ച് നമുക്ക് വലിയൊരു വീടുണ്ടാക്കാം. സമയം കളയണ്ട, വേഗം പോകാം. വള്ളത്തിന്റെ അടുത്ത് പോവാം. ശരി, നീ വാ. വേഗം നടക്ക്. ആ ശരി നടക്കുക. നടക്ക്. നടക്ക്. ഇരുട്ടത്ത് വെറുതെ വന്ന്, വെറുതെ വെളിച്ചവും ഇല്ല. എന്ത് തരത്തിലാ നീ വന്ന്? വാ നടക്ക്. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവിടേക്ക് വരാൻ? ഒരു മനുഷ്യനും വരാത്ത സ്ഥലത്തേക്ക് വന്നിട്ട് വെറുതെ മനുഷ്യൻ മെനക്കെടുത്ത്. ഞാനവിടെ ജോലിയിലായിരുന്നില്ലേ? ആ സാരമില്ല. നോക്കി നടക്ക്. അതെ, അവിടെയൊക്കെ കുഴിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് മീനുണ്ടടി. ദേ കണ്ടില്ലേ, ഒറ്റ കോരിൽ എത്ര മീനെ കിട്ടിയെന്ന്. ദേ ഇവിടെ വന്നിട്ട് നോക്ക് എത്ര മീനുണ്ടെന്ന്. ഞാനേ പോയിട്ട് ഒന്നുകൂടി വീശി നോക്കട്ടെ. നീ ഇവിടെ തന്നെ നിക്ക്. എന്താ മീൻ കണ്ടിട്ട് സന്തോഷായി? നീ ഇതേ മീൻ ചാടി പോവാതെ നോക്കണേ. ആ നീ കണ്ടില്ലേ, ഇനിയുണ്ട്. ഇനിയും കുറെ പിടിക്കണം. ഇതൊറ്റ വീശിന് കിട്ടിയതാന്നേ. ഒരു 5-6 തവണ കൂടി വീശി കഴിഞ്ഞാലേ പഞ്ചിനറിയും നിൽക്കുവാറ്. നീ എവിടെ ഇടുന്നാണ്? കമല, നീ എന്താ ചെയ്യുന്നേ? രാമ 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 മീൻ എവിടെ? മീൻ നീ അവിടെ അവിടെ നിന്നെ പോലെ അവിടെ അവിടെ വേറെ
കൊള്ളാം ചേട്ടാ. ഒരു സാധാരണ ഗ്രാമത്തിന്റെ കഥ കേൾക്കാൻ രസമുണ്ട്. ശരി മിസ്റ്റർ ദയ, ഈ കണ്ടന്റ് കുറച്ച് ചെറുതല്ലേ? ഡ്യൂറേഷൻ ഒരു വലിയ കാര്യമല്ല. വലിയ കാര്യം എന്തെന്നാൽ ഈ കഥയിൽ നിങ്ങൾ സിനിമ ചെയ്താൽ ഓഡിയൻസ് തീർച്ചയായും ഈ സിനിമ കണ്ടിരിക്കും, ഉറപ്പായും കാണും. ഈ കഥയെങ്ങാൻ വെച്ച് ദേ ഇവനൊരു പടം കൂടി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ, അത് വേറെ ലെവലായിരിക്കും. അല്ല ചേട്ടാ, ചേട്ടൻ്റെ വേറെയും കഥകളുണ്ടെന്നല്ല പറഞ്ഞത്? അത് പറയുന്നേ, അതെന്ത് കഥയാ? ഈ ഗ്രാമത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, കുറേ അധികം കാര്യങ്ങൾ. പക്ഷെ അതൊന്നും ഒരിക്കലും പുറം ലോകത്തുള്ള ആളുകൾ ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കഥകൾ എന്നും ഞങ്ങൾക്കുള്ളിൽ തന്നെയാണ്. പക്ഷേ ഏട്ടാ, ഹൊറർ പടങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഡയറക്ടേഴ്സ് കുറെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മണിച്ചിത്രത്താഴ്, ആകാശഗംഗ, ദേവദൂതൻ, ഈ സിനിമയുടെയൊക്കെ ഡയറക്ടേഴ്സ് ആ സബ്ജക്റ്റ് ഒക്കെ വെച്ച് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. സക്സസ് ആവുകയും ചെയ്തു. അതുമാത്രമല്ല, മലയാളത്തിൽ വിജയിക്കുന്നതൊക്കെ റീമേക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പ്രിയദർശന്റെ കാര്യം എടുത്ത് നോക്കിയോ, മണിച്ചിത്രത്താഴ് റീമേക്ക് ചെയ്തില്ലേ, പടോടെ ഹിറ്റ് അടിക്കുകയും ചെയ്തു. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് വരാം. എൻ്റെ വൈഫ് ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. ശരി, നിങ്ങൾ സംസാരിക്കേ. അല്ല പക്ഷേ ആകാശ് സർ, നിങ്ങൾ എങ്ങനെ ഫോൺ ചെയ്യാനാ? ഫോണിന് നെറ്റ്വർക്ക് ഇല്ല ഇവിടെ. സാർ നോക്കിയേ. എൻ്റെ പൊന്ന് ചേട്ടാ, പുറത്ത് ഭയങ്കര മഴ നടക്കല്ലേ, അത് മാറാതെ നെറ്റ്വർക്ക് ഒന്നും കിട്ടില്ലെന്നേ. ചേട്ടൻ എങ്ങനെ ഫോൺ ചെയ്യാനാ? നിങ്ങൾ കഥ പറയുന്നേ? അല്ല അപ്പോൾ ചേട്ടൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാതെ വീട്ടുകാരൊക്കെ വിഷമിക്കില്ലേ? അതോ ചേട്ടനങ്ങനെ ബന്ധുക്കളായിട്ട് ആരും ഇല്ലെന്നാണോ എന്ന് എനിക്കറിയില്ല. അല്ല, അങ്ങനെ കുടുംബക്കാരെങ്കിലും ടെൻഷൻ അടിക്കുന്ന ഉള്ളൊരു ചിന്തയുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബസ് കയറാൻ പോകാമെന്നും പറഞ്ഞൊന്ന് വിളിച്ചതാണ് ഞാൻ. ഇതുവരെ എത്തിയില്ലേ, ഇപ്പം എവിടെയാണ്? അതൊക്കെ ആലോചിച്ച് പേടിക്കില്ലേ അവള്? അവളുടെ കാര്യം ഞാൻ ആലോചിക്കണ്ടേ? ഒന്ന് ഫോൺ വിളിച്ച് അവളുടെ അടുത്ത് കാര്യം പറയേണ്ട ഒരു മാന്യത ഞാൻ കാണിക്കണ്ടേ? ഇവിടെയാണെങ്കിൽ ഫോണിൽ റേഞ്ചും ഇല്ല, അതും ഈസി ആയിട്ട് പറഞ്ഞ് ഇവിടെ കഥ പറയാനായിട്ട് നിൽക്കുക. നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അല്ല, ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളിവിടെ കൂട്ടം കൂടിയിരുന്ന് ഓരോ കഥ പറഞ്ഞ് രസിക്കുന്ന അവിടെ വീട്ടിലുള്ളവർ എന്തോരം ടെൻഷൻ അടിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പക്ഷെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ചേട്ടാ. സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് കഥയും കേട്ട് സമയം കളയാന്നല്ലാതെ വേറെ നമുക്ക് ഒരു വഴിയില്ല ഇപ്പോൾ. അതാകുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും, സമയം പോകുന്നത് അറിയേയില്ല. അല്ല ചേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. അത് പോട്ടെട്ടാ, ചേട്ടൻ കഥ പറഞ്ഞു എന്തായാലും. ബ്രോ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒന്ന് കൂളാക്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിവിടെ സമാധാനമായിട്ടിരിക്കാനല്ലേ പറ്റൂ. നമുക്ക് വേറൊരു വഴിയില്ലല്ലോ. സോ ടെൻഷനൊക്കെ മാറ്റിവെച്ച് തൽക്കാലം എന്താ ഇവിടെ വന്നിരിക്കും. എൻ്റെ പൊന്നാകാശ് സാറേ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, പുറത്ത് നല്ല മഴയാണ്. മഴയൊന്ന് കുറഞ്ഞോട്ടെ, അപ്പോൾ ഫോണിൽ നെറ്റ്വർക്ക് വരും. സാറിന് സംസാരിക്കുകയും ചെയ്യാം. തൽക്കാലം സാറ് ഇവിടെ ഇരിക്കുക, ഇരുന്നിട്ട് ഞാൻ പറയുന്ന കഥ കേൾക്കുക. അതല്ലാതെ സാറിന് മുന്നിൽ വേറൊരു ഓപ്ഷനും ഇല്ലല്ലോ. സാറ് വന്നിരിക്കുക. സാറിന് എൻ്റെ കഥ ഇഷ്ടപ്പെടും, നല്ല ടൈം പാസ് ആയിരിക്കുമെന്നേ. ഒരു പക്ഷേ സാറിന് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തൊട്ടപ്പുറത്തൊരു റൂമുണ്ട്, സാറിന് അവിടെ പോയി വിശ്രമിക്കാം. ഏയ് സാറില്ല, ഐ എം സോറി, പ്ലീസ് ക്യാരി ഓൺ. അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ കഥയുണ്ടല്ലോ, ഇന്നേക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമത്തിൽ വിലാസ് എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനിൽ സാറിൻ്റെ മുഖഛായാണെന്ന് വിചാരിക്കേ. ഇനി എത്ര ദൂരം പോകണം? വേഗം വിട്. നിങ്ങളുടെ ഈ ഗ്രാമം നല്ല സുന്ദരമാണ്.
ഹലോ ശരത് സാർ, പറഞ്ഞോളൂ. അയ്യോ ഇല്ലല്ലോ, ഞാനിപ്പോ വീട്ടിലില്ല. ഒരു കാര്യത്തിന് പുറത്തിറങ്ങിയേക്കാ. അയ്യോ അല്ല, വെക്കേഷനൊന്നും അല്ല. അത് പിന്നെ കാടിനെ പറ്റി ഒരു കഥ എഴുതാൻ വേണ്ടി ഞാനൊരു ഗ്രാമത്തിലേക്ക് വന്നേക്കാം. ആ അതെ അതെ, ഇതൊരു പുതിയ നോവലാ. അതിനു വേണ്ടി വന്നിരിക്കുന്നതാ ഞാനിവിടെ. ഒരാഴ്ചത്തെ കാര്യമാ, അത് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരും. അല്ല, വിളിച്ചത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വല്ലതും പറയാനാണോ? ഓ, പിക്നിക്കിനെ കുറിച്ചായിരിക്കുമല്ലോ പറയുന്നത്. ആ ഹാ ഹാ, ശരി ശരി. ഞാൻ തിരിച്ചെത്തിയ ഉടനെ നമുക്ക് ഇതിന്റെ കാര്യത്തിലൊരു നടപടി ഉണ്ടാക്കാന്നേ. അതുവരെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിക്കേ. എന്നാ വെക്കുകയാണേ. എന്നാ പിടിച്ചോ സാറേ, ഇത് സാറിന് റൂമിന്റെ ചാവിയാ. സാറിന് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ സാറേ. ആയിക്കോട്ടെ. ശരി സാറേ. ഓ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, ശരി. ഇതാണ് നമ്മുടെ പുതിയ വീട്. എങ്ങനെ, ഇഷ്ടപ്പെട്ടു മാഡം? കൊള്ളാൻ, നന്നായിട്ടുണ്ട്. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നേ? നമ്മൾ പുതിയ വീട്ടിലേക്ക് എത്തിയിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇന്നു മുതൽ ജീവിതത്തിൽ എന്നും അങ്ങോട്ട് സന്തോഷമായിരിക്കും. അല്ലേ? ഉം.
ഇപ്പോഴും നിനക്ക് എന്നോട് പിണക്കമാണല്ലേ? നേന, എന്നൊന്ന് നോക്കി. നേന, നീ എന്നൊന്ന് നീ എന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിനക്കെന്താ എന്നെ തീരെ വിശ്വാസമില്ലേ? അതോ നിന്നെ വിശ്വാസമില്ലേ? നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ല, അതെനിക്ക് വിഷമം ഉണ്ടാക്കുന്നു. പ്ലീസ് നേന, കഴിഞ്ഞതെല്ലാം നീ മറക്ക് പ്ലീസ്. ഐ ലവ് യു സോ മച്ച് നേന, പ്ലീസ്. അപ്പോ ഒരു പക്ഷേ ഇതിനകത്ത് വെച്ചിരുന്നാണല്ലോ. ഈ ഫയല് ഇതിൽ തന്നെ അല്ലേ? നല്ലല്ലോ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. താങ്ക് യു. നേന, ഇന്നെനിക്ക് ആ ഡൽഹിയിലുള്ള ക്ലയൻറ്റുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. മിക്കവാറും മീറ്റിംഗ് കഴിയുമ്പോഴേക്ക് ചിലപ്പോൾ രാത്രിയാവാൻ സാധ്യതയുണ്ട് കേട്ടോ. നീ എന്നെ കാത്തിരിക്കാൻ നിൽക്കണ്ട, ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ. നേന, ആ
എന്താ നിനക്ക് പറ്റിയേ? അയ്യോ ഓൾ റൈറ്റ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമാവുന്നേ. അപ്പൊ ഞാൻ ഇറങ്ങാം. ഫോൺ ആ. എടുത്തല്ലോ അല്ലേ? എടുത്തിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പ്? ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഉം. ബൈ ബൈ ബൈ. ആ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് ഹൊറർ പടം കാണരുത് കേട്ടോ. ഓക്കെ, ഉം. ശരി. ശരി. ബൈ ബൈ. ബൈ. ടാറ്റാ. ടാറ്റ. ആ വരൂ, അകത്തേക്ക് വരൂ. ശരി. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഭീമലാന്നാ. ഇതിനു മുമ്പ് എവിടെ ജോലി ചെയ്തിരുന്നെ? ഇവിടെ അടുത്തൊരു ഡോക്ടറുണ്ട്. കുറച്ചുനാൾ അവിടെയായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നേ. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ട്രാൻസ്ഫർ ആയിപ്പോയി. അത് കഴിഞ്ഞ് ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുവായിരുന്നു ഞാൻ. ഓ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ, ഭർത്താവും അദ്ദേഹത്തിന്റെ അച്ഛനും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഒരു പണിക്കും പോകുന്നില്ല മാഡം. കള്ളും കുടിച്ച് ബോധമില്ലാതെ എവിടെങ്കിലും കിടക്കുന്നുണ്ടായിരിക്കും. ആ. പണ്ടൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ കാശിന് വേണ്ടി എന്നും എന്നെ തല്ലും. കാശെങ്ങാനും കൊടുത്തില്ലെങ്കിൽ എന്നെ കൊല്ലാനും മടിക്കില്ല. ശരി, അതൊക്കെ വിട്. അടുത്ത വല്ല മാർക്കറ്റും ഉണ്ടോ? എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. എവിടെയാന്നറിയോ? ആ ഉണ്ടല്ലോ മാഡം, മാർക്കറ്റൊക്കെ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. മാഡത്തിന് എന്ത് വേണേലും പറഞ്ഞാ മതി, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നോളാം. ഇപ്പൊ ഒന്നും ആവശ്യമില്ല. നാളെ എന്തായാലും പോകേണ്ടി വരും. ഉം. അപ്പൊ നിങ്ങളും എന്റെ കൂടെ വാ. ഓ ശരി മാഡം. പിന്നെ ഇവിടെ ഇപ്പോൾ ഉള്ള ജോലിയൊക്കെ തീർത്തിട്ട് ദേ അവിടെ കണ്ടില്ലേ, അവിടെ ബെഡ്റൂം ഉള്ള, മനസ്സിലായോ? കഥകിന്റെ പുറകിലൊക്കെ നല്ല പൊടിയുണ്ട്. ബെഡ്റൂം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തേ കേട്ടോ. ശരി ഓക്കേ? മാഡം. ആദ്യം പോയി ബെഡ്റൂം ക്ലീൻ ചെയ്തോ. ആ ഞാൻ ചെയ്തേക്കാം. ശരി. ആ. ഈ പാവക്കുട്ടി എങ്ങനെ ഇവിടെ വന്നു? കളയണ്ട, മാഡത്തിന്റെ കയ്യിൽ കൊടുക്കാം. ഇവിടെയൊക്കെ അടിച്ചു വാരിട്ട് കാലം കുറയാന്ന് തോന്നുന്നു. എന്തുമാത്രം പൊടിയാ. ഇതൊക്കെ വൃത്തിയാക്കാൻ കുറച്ച് പണിയുണ്ടല്ലോ. മാഡം, ഇവിടെയൊക്കെ അടിച്ചു വാരിട്ടുണ്ട്. തുണി വല്ലതും അലക്കാനുണ്ടോ? ആ അവിടെ ഉണ്ട്, എടുത്തോ. ശരി മാഡം.
ഈ കഥയ്ക്ക് ഒരു അവസാനം ഇല്ലല്ലോ. എനിക്ക് ഈ കഥയുടെ അവസാനം അറിയണം. എന്നാൽ ഇങ്ങനെ പക്ഷേ എങ്ങനെ? പക്ഷെ എങ്ങനെയത്? എങ്ങനെ അറിയും? എങ്ങനെ അറിയും? ഇവിടെ നേ കിട്ടൂ. ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ കാണണം. ഇവിടെയാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ നിന്ന് കിട്ടണം. എനിക്ക് ഈ കഥയെപ്പറ്റി അറിയണം. ഈ കഥയുടെ അവസാനത്തെ പറ്റി എനിക്ക് അറിയണം. അറിഞ്ഞേ പറ്റൂ. എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കണം. ആ കഥയുടെ അവസാനം എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ. ആ കഥയുടെ അവസാനം എനിക്ക് അറിഞ്ഞേ പറ്റൂ. കഥയുടെ അവസാനം എനിക്ക് അറിഞ്ഞേ പറ്റൂ. കഥയുടെ അവസാനം എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആരത്? ടൈം എത്രയായി? സമയം ഇപ്പം 2 നമുക്ക് കളയാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. അതെ, പറഞ്ഞോ. കേൾക്കാൻ നല്ല രസമുണ്ട്. കഥ നല്ലതാണെന്ന് മാത്രമല്ല, നമുക്കെന്തായാലും ഒരു ടൈം പാസ് അല്ലേ. ചേട്ടൻ പറഞ്ഞോ? എന്നാ തുടങ്ങിക്കോ. ഈ കഥയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ രൂപം ഇമാജിൻ ചെയ്യാം. എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു ഈ നിബിഡ വനത്തിനുള്ളിൽ. എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു? ഒരുത്തനും ഈ ഭാഗത്തേക്കും കാണുന്നില്ലല്ലോ. സിഗരറ്റ് കത്തിക്കാനായിട്ട് ഒരുത്തൻ പോലും ഈ ഭാഗത്തേക്ക് വരുന്നില്ല. എത്ര നേരം എന്ന് വെച്ചാൽ വായിൽ വെച്ചോണ്ടിരിക്കുന്നത്? എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോടെ? ഒരു ശകലം തീ കിട്ടുമോ? എക്സ്ക്യൂസ് മേ. ഹലോ, ഒരു നിമിഷം. നിങ്ങളുടെ കയ്യിൽ തീപ്പെട്ടി ഉണ്ടോ? ഈ സിഗരറ്റ് ഒന്ന് കത്തിക്കണം. സോറി, ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. എൻ്റെ കയ്യിൽ തീപ്പെട്ടിയൊന്നുമില്ല. സുഹൃത്തെ ഒരു മിനിറ്റ്. ഈ നട്ടപ്പതിരേക്ക് നിങ്ങൾ തനിച്ചത് എങ്ങോട്ടായി പോകുന്നേ? നിങ്ങളെ കണ്ടിട്ട് ഇപ്പോൾ ഓഫീസിൽ നിന്ന് വരുന്ന പോലെ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. നിങ്ങൾ വീട്ടിലേക്ക് പോവാണല്ലേ? അല്ല, നിങ്ങളുടെ വീട് ഇവിടുന്ന് എന്തുമാത്രം ദൂരത്തിലാണ് ഉള്ളത്? ഒരുപാട് ദൂരം ഉണ്ടോ ഇവിടുന്ന്? ഇവിടുന്നാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനും കുറേ ദൂരത്താണ് ഉള്ളത്. ലാസ്റ്റ് ട്രെയിനും ഇപ്പം പോയിട്ടുണ്ടാവുമല്ലോ. ഒരു കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം.
ഒരു മിനിറ്റ് ബ്രോ നിൽക്കേ, എക്സ്ക്യൂസ് മീ. സോറി ബ്രദർ. അല്ല, നിങ്ങളുടെ കയ്യിൽ സത്യമായിട്ടും തീപ്പെട്ടി ഇല്ലേ? എനിക്ക് സിഗരറ്റ് ഒന്ന് കത്തിക്കണമായിരുന്നു. അല്ല, നിങ്ങൾ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? ഈ വഴി കൂടെ പോകാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ വഴി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക കുറച്ച് ദിവസമായിട്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇവിടെ ഒരു മർഡർ നടന്നിട്ടുണ്ടായിരുന്നു. ഒരാളെ നടു റോഡിൽ വെച്ച് 4-5 പേര് ചേർന്ന് വെട്ടിക്കൊന്നിട്ട് പോയി കളഞ്ഞു. അതിനുശേഷം അറിയാൻ കഴിഞ്ഞത് ബ്രോ, അത് അയാളുടെ ആത്മാവുണ്ടല്ലോ, അതിവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നാ. ഇതൊക്കെ നിങ്ങൾ എന്നോട് പറയുന്നതിന്റെ കാര്യം എന്താ? ഞാൻ എൻ്റെ വഴിക്ക് പോവല്ലേ. ഞാൻ എല്ലാ ദിവസവും ഇതേ വഴിക്ക് തന്നെയാണ് വീട്ടിലേക്ക് പോകുന്നത്. ആവശ്യമില്ലാതെ സംസാരിച്ചു നിന്ന് എനിക്ക് എൻ്റെ സമയം കളയാൻ താല്പര്യമില്ല. ഞാൻ ശരി. സുഹൃത്തെ ഒരു നിമിഷം നിൽക്കേ. ഞാൻ പെട്ടെന്ന് സന്തോഷിച്ചു. കുറേ നേരം കൂടി ഒരാൾ വരികയാണല്ലോ. അയാൾ ഈ വഴി കൂടെ ആണല്ലോ പോകുന്നത്, അയാൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ബാക്കിയൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടം. എന്തായാലും ഇതുവഴി പോകാൻ തീരുമാനിച്ച സ്ഥിതി എനിക്ക് ആ തീപ്പെട്ടി ഒന്ന് തന്നിട്ട് പോയിക്കൂടെ? നിങ്ങളുടെ കയ്യിൽ തീപ്പെട്ടി ഇല്ലേ? ഇല്ലെന്റെ ചേട്ടാ, ഞാൻ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ കയ്യിൽ തീപ്പെട്ടിയൊന്നുമില്ല. ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങളും സിഗരറ്റ് വലി നിർത്ത്. സിഗരറ്റ് നിങ്ങളുടെ ശരീരത്തിന് ഹാനികരമാണ്. ഓ, അതൊക്കെ എനിക്കറിയാം. എൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ എന്നോട് പറയാറുള്ളതാ. സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. ഇത് ഞാൻ അവസാനമായിട്ട് വലിക്കുന്ന സിഗരറ്റാ. ഇനി ഞാൻ സിഗരറ്റേ വലിക്കില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വലിക്കില്ല. അതെ സുഹൃത്തെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ആ ഭാഗത്തേക്ക് പോകല്ലേ കേട്ടോ. അവിടേക്ക് പോകുന്നത് വലിയ റിസ്ക് ആണ്. ഞാൻ എല്ലാ ദിവസവും പോകുന്നാടോ. ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ പൊയ്ക്കോളാം. പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് കൊള്ളാം. വഴി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ വിളിച്ചേക്കണം കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോ? കാര്യം ഞാൻ കള്ളു കുടിച്ചിട്ട് വളവളാന്ന് പറയുന്നവനൊക്കെ ആയിരിക്കും. വഴിയിൽ നിന്നിങ്ങനെ ഭ്രാന്തുകൾ പുലമ്പുകയും ചെയ്യും. അപ്പം ശരി, എന്നാൽ ഇനിയിപ്പോൾ ഈ സിഗരറ്റ് എങ്ങനെയാണ് കത്തിക്കുന്നത്? ആകപ്പാടെ വന്ന ഒരുത്തനും ആ വഴിക്ക് പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കുറച്ച് നേരം കൂടെ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ആരെങ്കിലും വരാതിരിക്കില്ല. തീർച്ചയായിട്ടും ആരെങ്കിലും ഇതിലേ വരും. നോക്കാം. എക്സ്ക്യൂസ് മീ ബ്രോ, ഒരു മിനിറ്റ്. എന്തു പറ്റി? എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ പോയിക്കോ. ആക്ച്വലി ഇത്ര ലേറ്റ് ആയില്ലേ, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എന്നെ ഒന്ന് സ്റ്റേഷനിലേക്ക് ആക്കി തരുമോ? പക്ഷെ ഞാൻ പോകുന്ന ബസ് സ്റ്റാൻഡിലേക്കാ. ആ ശരി, വാ, അങ്ങോട്ട് വിടാം. താങ്ക് യു ബ്രോ. നടക്ക്. നിങ്ങളുടെ വീട് എവിടെയായിട്ടാ? ഇവിടുന്ന് പോയാൽ ഒരു 1 ഹവറിന് മേലെ ആവും. മാത്രമല്ല എൻ്റെ ഫോണും വർക്ക് ചെയ്യുന്നില്ല. സോ ആരെയും കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. ഇത്രയും രാത്രിയായില്ലേ? സ്റ്റേഷനിൽ പോയാൽ നിങ്ങൾക്ക് ട്രെയിൻ കിട്ടുമോ? അറിയില്ല. ഇനിയിപ്പോൾ ട്രെയിൻ കിട്ടിയില്ലെങ്കിലും റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കാമല്ലോ. നേരം വെളുത്തിട്ട് വീട്ടിലേക്ക് പോവാം. അങ്കിൾ എന്നോട് അവിടെ നിൽക്കാനാ ആവശ്യപ്പെട്ടത്. പക്ഷെ വീട്ടില് എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. അല്ല, നിങ്ങൾക്ക് സ്റ്റേഷനിൽ തങ്ങാൻ പറ്റുമോ? ഗുണ്ടകളും കുറ്റവാളികളും ഒക്കെ. നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. സ്റ്റേഷനിൽ തങ്ങുന്നതിനേക്കാളും നല്ലത്
എൻ്റെ വീട്ടിൽ തന്നെ തങ്ങുന്നത്. എൻ്റെ കുടുംബം അവിടെ ഉണ്ട്. പക്ഷേ ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കൂടുതൽ ആലോചിക്കണ്ട. എൻ്റെ വീട്ടുകാർ വളരെ നല്ല ആൾക്കാരാ. എല്ലാവരെയും അവർ സ്വീകരിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ എവിടുന്ന വരുന്നത്? ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നു. ഈ ലേറ്റ് നൈറ്റിലും ഓഫീസോ? രാത്രി 8:30 വരെ എനിക്ക് ഓഫീസിൽ ജോലിയുണ്ട്. പിന്നെ ഓവർ ടൈം ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് ഈ നേരം ആവുമായിരുന്നു. വരും. പിന്നെ എൻ്റെ പേര് ദീനാനാഥ് ശർമ്മ എന്നാ. വാട്ട്സ് യുവർ ഗുഡ് നെയിം? എന്റെ പേര് അഹല്യ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ? പറഞ്ഞു. എന്റെ അങ്കിള് പറഞ്ഞിരുന്നു ഇവിടെ അടുത്തെവിടെയോ 2-3 ദിവസം മുമ്പ് എന്തോ കൊലപാതകം നടന്നു. അത് സത്യാണോ? ഞാൻ എന്നും ഈ വഴിയാ യാത്ര ചെയ്യുന്നേ. കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ സംഭവിച്ചാണ്. വരുന്ന വഴിക്ക് ഒരു കള്ളുകൂടിയനെയും കണ്ടു ഞാൻ. അയാളും എൻ്റെ അടുത്ത് ഇതേ കാര്യം പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും അരുതാത്തത് നടന്ന് ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അവരുടെ ആത്മാവ് അവിടെ തന്നെ ചുറ്റിത്തിരിയോ? അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിൽ ഉറപ്പൊന്നുമില്ല. എന്തുപറ്റി? നിങ്ങൾക്ക് പ്രേതങ്ങളെ ഭയമാണോ? അതെന്താ, നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? അതോ ആത്മാവിലും പ്രേതത്തിലും ഒന്നും വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ പിന്നെ പ്രേതത്തെ ശരിക്കും പേടിയാണോ? വിശ്വാസമുണ്ട്, പക്ഷെ പേടിക്കാറില്ല. ഭഗവാനുണ്ടെങ്കിൽ ആത്മാക്കളും ഉണ്ടാവണമല്ലോ. പക്ഷെ ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും ആലോചിക്കാറില്ല. എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ ജീവിക്കുന്നു. ഇതൊക്കെ ആലോചിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങൾ നടക്ക്. ഇത്രയും വിജനമായൊരു സ്ഥലം, കൂടെ മുൻപരിചയില്ലാത്തൊരു പെണ്ണ്. ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോ. ഒരുപക്ഷെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ പെണ്ണ് ഒരു മനുഷ്യനല്ല, ആത്മാവാകാനും സാധ്യതയില്ലേ? അങ്ങനെയും സംഭവിക്കാമല്ലോ. എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ വിശ്വസിക്കുന്നില്ല. അവരുടെ കൺമുന്നിൽ അത് സംഭവിക്കുന്നത് വരെ ആരും അത് വിശ്വസിക്കില്ല. ഒരിക്കലും വിശ്വസിക്കില്ല. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ എന്താ പറഞ്ഞതെന്ന്? 2-3 ദിവസം മുൻപ് ഇവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിരുന്നു. യാതൊരു ദയയും കാട്ടാതെ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് തരി പോലും മനസാക്ഷി കാണിക്കാതെ കൊന്നുകളഞ്ഞു. അവളെ രക്ഷപ്പെടുത്താൻ അവിടെ ആരും വന്നില്ല. പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? കാരണം ആ പറഞ്ഞ പെൺകുട്ടി ഞാൻ തന്നെയാ. എന്ന് വെച്ചാ നിങ്ങൾ പ്രേതമാന്ന? ഈ കഥയൊക്കെ നിങ്ങൾ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി മാഡം. ദാ ഈ വഴിയുടെ അറ്റത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴിയെത്തും. നിങ്ങൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലേ പറഞ്ഞേ? പ്രേതമാണെന്ന് പറഞ്ഞപ്പോ എന്നെ ഈ പാതി വഴിയിൽ തന്നെ ഉപേക്ഷിക്കാൻ നോക്കാല്ലേ? എനിക്ക് ഇത്തരം തമാശകളൊന്നും തീരെ താല്പര്യമില്ലാത്തതാ. ഇതൊരിക്കലും തമാശയല്ല, സത്യമാണ്. നിങ്ങൾക്കിത് തമാശയായിട്ടാണോ തോന്നുന്നത്? ഈ നിമിഷം വരെ ആ സ്ഥലത്തെ രക്തക്കറ പോലും മാഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നതേ നിങ്ങളേതോ ഭ്രാന്തിയാണെന്നാ. അതുകൊണ്ടാണ് നിങ്ങൾ വായി തോന്നുന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. മുന്നിലെ ആ വളവ് വരെ ഞാനും കൂടെ വരാം. അവിടുന്ന് സ്റ്റേഷനിലേക്ക് പോവാൻ നിങ്ങൾക്ക്. എന്താ പേടിയാവുന്നുണ്ടോ? തനിച്ചൊരു പെൺകുട്ടിയെ കണ്ട അവളെ കാണുമ്പോ തന്നെ കാമല്ലേ നിങ്ങൾക്ക് തോന്നുക? ഞാൻ വെറുതെ കഥകളുണ്ടാക്കി പറയല്ല.
ഞാനിപ്പോ ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ എന്തിനാ എന്നെ പേടിപ്പിക്കാൻ നോക്കുന്നേ? ഞാൻ അങ്ങനെ പേടിക്കുന്ന ആളല്ല. നിങ്ങളെപ്പോലെയുള്ളവർ ഇങ്ങനെ ചെയ്യും എനിക്കറിയാം. ഞാൻ അത്തരക്കാരനല്ല. നിങ്ങൾക്കൊരു വിചാരവുമില്ല. നിങ്ങളെ ഒന്നും വീട്ടിൽ ആരും കാത്തിരിക്കുന്നുണ്ടാവില്ല, എനിക്കറിയാം. ഇപ്പോഴും ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ. എന്റെ മക്കൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, പപ്പ പപ്പ എന്ന് പറഞ്ഞ് കരഞ്ഞ്. നിങ്ങൾക്ക് അങ്ങനെ കുടുംബം, കുട്ടികൾ എന്ന് പറയുന്ന ഒന്നുമില്ല. കൃത്യസമയത്ത് വീട്ടിലെത്തണമെന്നുള്ള ചിന്തയോ ആവശ്യകതയോ ഇല്ല നിങ്ങൾക്ക്. ഗുണ്ടകളും കുറ്റവാളികളും വഴിയിൽ തടഞ്ഞു നിർത്തി കയ്യിലുള്ള എല്ലാം കൊണ്ടുപോകും. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി അവരെ കൊന്നു തള്ളുകയാണ് ചെയ്യുക. നിങ്ങളും ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളല്ലേ? നിങ്ങളും അവരിൽ ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാ നിങ്ങൾ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നേ. നിങ്ങൾ എന്തായി ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ? അറിയോ നിങ്ങൾ എന്തായി ചെയ്യുന്നെന്ന്? ആളുകളുടെ എല്ലാം അപഹരിച്ചെടുക്കുക. നിങ്ങൾക്ക് എന്ത് സുഖമായി നിന്ന് കിട്ടുന്നേ? എന്താ കിട്ടുന്നേന്ന്? സന്തോഷം കിട്ടുമായിരിക്കും അല്ലേ? സന്തോഷം കിട്ടുമല്ലേ? പിന്നെ പിന്നെ നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞേ? ഭയം. എന്തിന്? പ്രേതങ്ങളെയോ, ആത്മാക്കളെയോ, യക്ഷികളെയോ? നിങ്ങൾ ഒരു മനുഷ്യന്റെയും ബലഹീനതകൾ മനസ്സിലാക്കുന്നില്ല. വഴി കാണുന്നവരെ കള്ളം പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടുപോയി അവരുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ മോഷ്ടിച്ചെടുത്ത് പിന്നീട് അവരെ ഇഞ്ചിഞ്ചായി കൊന്ന് കുഴിച്ചു മൂടും അല്ലേ? വെറുപ്പ്, വെറുപ്പാണ് എനിക്ക് നിങ്ങളോടൊക്കെ. പക്ഷേ പക്ഷേ പക്ഷെ എന്താ? പക്ഷെ എന്താന്ന്? നിങ്ങൾക്കിതൊക്കെ തമാശയാണല്ലേ? വലിയ രസം കിട്ടുന്നുണ്ടാവും അല്ലേ ഇതൊക്കെ ചെയ്യുമ്പോ? ആരെങ്കിലും ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി അവരുടെ എല്ലാം മോഷ്ടിച്ചെടുക്കില്ലേ നിങ്ങള്? ആ ദിവസവും അത് തന്നെ ഉണ്ടായത്. ഇങ്ങനെ തന്നെ ഉണ്ടായത്. അപ്പോ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്താ പേടിച്ചു പോയോ? നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞേ? നിങ്ങൾ പ്രേതമാണെന്ന് പേടിപ്പിക്കുകയായിരുന്നല്ലേ? സത്യത്തിൽ പ്രേതം മുന്നിൽ വന്ന് നിന്ന് കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ മുന്നിൽ ഒരു പ്രേതം നിൽക്കുന്നത്? ആ ഞാൻ ദേ ഇവിടെ അടുത്തെത്താറായി. വാങ്ങിച്ചിട്ടുണ്ട്. അവനുള്ള ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു. ഒരു 5 മിനിറ്റ്. ഇപ്പൊ എത്തും ഞാൻ അങ്ങോട്ട്. ഓക്കെ ഓക്കെ. അത് വരുന്നേ. അല്ല ദയാ സാർ, ഇത്രയും നേരം കൊണ്ട് സാർ ഞങ്ങളോട് 3 കഥയാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാ, ചേട്ടനിപ്പോ ഇത്രയും നേരം കൊണ്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് 3 കഥയാ ശരിക്കും. അല്ലൊന്നും വിചാരിക്കരുത്, ഞങ്ങൾ ചേട്ടനെ ഫോഴ്സ് ചെയ്യുന്നൊന്നുമല്ല. ചേട്ടന്റെ 4ാമത്തെ കഥയും കൂടെ പറയുകയാണെങ്കിൽ അത് കേൾക്കാനായിട്ട്. അല്ല, ചേട്ടന് പറ്റുമെങ്കിൽ മതി. വേറൊന്നുമല്ല, ഇതുവരെ പറഞ്ഞ സ്ഥിതിക്ക് 4ാമത്തെ കഥയും കൂടെ കേൾക്കണമെന്നുണ്ട്. നേരം വിളിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. വെറുതെ ഇരിക്കല്ലേ നമ്മള്. ഇതെന്റെ ഒരു അപേക്ഷയായിട്ട് കണ്ടാൽ മതി. ചേട്ടൻ ഇങ്ങനെ പാതിക്ക് വെച്ച് കഥ നിർത്തരുതേ.
ദയവേത് ഈ കഥയുടെ ഒരു ക്ലൈമാക്സ് ചേട്ടൻ തന്നെ പറ. ഏത് പടമായാലും അതിന്റെ ക്ലൈമാക്സിന് ഒരു പഞ്ചില്ലെങ്കിൽ ആ പടം വിജയിക്കാനുള്ള ചാൻസ് ഇല്ല, അങ്ങനെയല്ലേ? അതുകൊണ്ട് ചേട്ടൻ തന്നെ പറയേ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഡയറക്ടർ സാറ് ക്ലൈമാക്സ് അന്വേഷിച്ച് നടക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കഥയുടെ അവസാനമുണ്ടല്ലോ, അതിൻ്റെ അവസാനം എന്തെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്താ എന്താ ഉദ്ദേശിച്ചത്? പറയുന്നത്?